അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ബഹുമാനികളെ, നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമ്മൾ ഷഅബാനിലേക്ക് എത്തിച്ചു തരട്ടെ. വലിയ മഹത്വമുള്ള മാസമാണ് ഷഅബാൻ മാസം. എന്നാൽ അശ്രദ്ധ കൊണ്ട് അവഗണിക്കപ്പെടുകയും ചെയ്യുന്നൊരു മാസമാണ് ഷഅബാൻ മാസം എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, റമദാനിൽ നമ്മളെല്ലാവരും നന്മകൾ ചെയ്യും. വലിയ ഉത്സാഹം, നോമ്പും ഖുർആനും സ്വതക്കയും സക്കാത്തും തറാവീഹും ജമാഅത്തും എല്ലാം സജീവമാണ്. മടി നമുക്കില്ല, ക്ഷീണമില്ല. ശക്തമായ ചൂടാണെങ്കിൽ പോലും നോമ്പ് നോൽക്കാൻ കഴിയുമോ എന്ന് പേടിയുള്ള സമയത്ത് പോലും, പേടിക്കപ്പെടുന്ന ആളുകൾ പോലും ഒരു പ്രയാസം വശമല്ല അതൊക്കെ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക, എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രയാസരഹിതമായിരിക്കുന്ന, എന്നാൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന, മറ്റുള്ളവർ ചെയ്യാത്ത സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നന്മ ചെയ്യുക എന്നുള്ളത് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാലാകട്ടെ അതിന് വലിയ പ്രതിഫലമുണ്ട് താനും. അത്തരം ആളുകൾ അശ്രദ്ധരാകുന്നൊരു സമയമാണ് ഷഅബാൻ മാസം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഷഅബാനിൽ നിങ്ങൾ ധാരാളം നോമ്പെടുക്കണമെന്ന് ഞാൻ കാണുന്നുണ്ടല്ലോ. മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഷഅബാനിൽ ധാരാളം സുന്നത്തായ നോമ്പ് നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ നബി, അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ദാലിക ഷഹ്റുൻ യഗ്ഫുലു നാസു ഫീഹി. ഷഅബാൻ എന്ന് പറഞ്ഞാൽ ആളുകൾ അശ്രദ്ധരാകുന്നൊരു മാസമാണ്. ബൈന റജബിൻ വ റമളാന, റജബിൻ്റെയും റമളാൻ്റെയും ഇടയിൽ റമളാനിനെ എല്ലാവരും പരിഗണിക്കും, റജബിനെയും എല്ലാവരും പരിഗണിക്കും. അത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ആളുകൾ ഗഫലത്താലായി പോകുന്നൊരു മാസമാണ് റജബ് എന്ന് പറയുന്നത്, ഷഅബാൻ എന്ന് പറയുന്നത്. മാത്രമല്ല വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അടിമകളുടെ ഒരു വർഷത്തെ അമലുകൾ യജമാനനായ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ഷഅബാൻ മാസം എന്ന് പറയുന്നത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം. അതുകൊണ്ട് എൻ്റെ ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായ നിലക്ക് അത് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള മഹാന്മാരൊക്കെ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ആളുകൾ വല്ലാതെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ പരിഗണിക്കാത്തൊരു സമയമാണ് ഷഅബാൻ മാസം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആരാധനകൾക്ക് വലിയ പ്രതിഫലം കിട്ടുകയും നമ്മൾ ആ അശ്രദ്ധരിൽ നിന്ന് മാറി ഈ മാസത്തെ പരിഗണിക്കുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടുകയും വേണമെന്ന് നോക്കൂ. എല്ലാവരും അശ്രദ്ധരാകുന്ന സമയത്തെ ഇബാദത്തിന് വലിയ പരിഗണന ഉണ്ടാകുന്ന, അതെല്ലാ ഇബാദത്തും നമുക്ക് കാണാം. അപ്പോൾ സുബഹിയുടെ ജമാഅത്തിന് വലിയ ശ്രേഷ്ഠത ഉണ്ട്. എന്തേ കാരണം? ആളുകൾ പൊതുവെ അശ്രദ്ധരാകുന്ന സമയമാണത്. തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠത ഉണ്ട്. എന്തേ കാരണം? ആളുകൾ കൂടുതൽ ഗഫലത്തിലാകുന്ന സമയമാണത്. മറ്റുള്ളത് കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ആളുകൾ ഗഫലത്തിലായി കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ വലിയ കൂലുണ്ടാവുന്ന. നോക്കൂ, വാക്കിറുല്ലാഹി ഫിൽ ഗാഫിലീന യുരീഹില്ലാഹു മഖഅദഹു മിനൽ ജന്നതി വഹുവ ഹയ്യുൻ. അശ്രദ്ധരായ ആളുകളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ. അത് ഏത് കാര്യങ്ങളിൽ, ദിക്റിലാകട്ടെ ഏത് വിഷയങ്ങളിലാകട്ടെ, ചുറ്റുഭാഗത്തുള്ളവരും കൂടെയുള്ളവരൊക്കെ ഗാഫിലികളാണ്. ആ സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളില്ലേ, അയാൾക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ നിന്നുള്ള അയാളുടെ ഇരിപ്പിടത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ ഹുവ ഹയ്യുൻ, അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കാണിച്ചു കൊടുക്കുന്ന. ഷഅബാന്റെ മറ്റൊരു മഹത്വം മുത്തനബി തങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇത് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ അമലുകൾ ഭൂമിയിലേക്ക് മാത്രമുള്ളതല്ലല്ലോ, അത് ആകാശത്തേക്ക് ഉയർത്തപ്പെടണമല്ലോ. ഇവിടെ ഒരു കണക്കിലും ബുക്കിലും അതിന് എഴുതപ്പെട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സമീപത്ത് അതിന് രേഖയുണ്ടാകണമല്ലോ. ഒരു മനുഷ്യനും അതിനെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ആകാശത്തുള്ള മലക്കുകൾ അതിനെ എഴുതി വെക്കണമല്ലോ. അപ്പോൾ നമ്മുടെ അമലുകൾക്ക് ആകാശ ലോകത്ത് വലിയ സ്വീകാര്യത ഉണ്ടാകണം. അവിടെയാണ് അത് രേഖപ്പെടുത്തപ്പെടേണ്ടത്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന ഒരു വർഷത്തിലെ അമലുകൾ മുഴുവനും പ്രപഞ്ചത്തിലെ യജമാനനായ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം അമലുകൾ നമ്മൾ ചെയ്യണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതോടുകൂടി ഷഅബാൻ മാസം എന്നുള്ളത് സ്വലാത്തിൻ്റെ മാസമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് മുഅ്മിനീങ്ങളോട് കൽപ്പിക്കപ്പെട്ട, നമുക്കൊക്കെ അറിയുന്ന അതിപ്രധാനമായ ആയത്തുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹും അവൻ്റെ മലക്കുകളും മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കണം, സ്വലാത്തും സലാമും നിർവഹിക്കണം എന്ന മഹത്തായ ആയത്ത് അത് അവതരിക്കപ്പെട്ടത് ഷഅബാൻ മാസത്തിലാണ് എന്നാണ്. മുത്തനബി തങ്ങൾ വല്ലാതെ സന്തോഷിച്ച ഒരു സമയമായിരുന്നു ആയത്തിറങ്ങിയപ്പോൾ എന്നാണ്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്തോഷം കണ്ടിട്ട് സ്വഹാബാക്കളൊക്കെ ചോദിച്ചു, നബി എന്തായിരുന്നു നിങ്ങളുടെ മുഖത്ത് ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക, അത്രയും വലിയൊരു ആയത്തല്ലേ എനിക്ക് ഇറക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് മുത്തുനബി തങ്ങൾ ഈ ആയത്ത് സ്വഹാബത്തിന് ഓതി കൊടുത്തത് എന്നാണ്. ഈ ആയത്തിറങ്ങിയത് ഷാബാൻ മാസത്തിലാണ് എന്നാ. അതുകൊണ്ട് ഷാബാൻ സ്വലാത്തിൻ്റെ മാസമാണെന്നാ. സ്വലാത്ത് ചൊല്ലുന്നവർക്ക്, ഷാബാനിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം നൽകപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. പക്ഷേ ഷാബാൻ മാസം വരുമ്പോൾ ഇത് സ്വലാത്തിൻ്റെ മാസമാണല്ലോ എന്ന ഒരു പരിഗണന കൂടി കൊടുത്തിട്ട് സാധാരണ ചൊല്ലുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരളവ് കൂട്ടിച്ചൊല്ലാൻ ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതോടുകൂടി ഷാബാൻ മാസം എന്നുള്ളത് ഷാബാനു ലി തത്ഹീരിൽ ഖൽബി, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കാനുള്ള മാസമാണ്. നോക്കൂ നിങ്ങൾ, തൊട്ടടുത്ത റമളാനാണ് വരാൻ പോകുന്നത്. റമളാനിലേക്ക് ഒരു മനുഷ്യൻ കടക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഭൗതികവും ബാഹ്യവുമായ ശുദ്ധീകരണത്തിനപ്പുറം അല്ലാഹു തആല പരിഗണിക്കുന്നത് നമ്മുടെ ആത്മീയവും ആന്തരികവുമായ ശുദ്ധീകരണമാണ്. നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കപ്പെടണം, തറാവീഹുകൾ സ്വീകരിക്കപ്പെടണം, നമ്മുടെ ഖുർആൻ പാരായണം സ്വീകരിക്കപ്പെടണം, വലിയ പ്രതിഫലങ്ങളൊക്കെ അതിന് നൽകപ്പെടണമെങ്കിൽ നല്ല തെളിഞ്ഞ കൽബിൻ്റെ ഉടമകളായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അത് വലിയൊരു കടമ്പയുമാണ്. കൽബ് തെളിയുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. കാരണം അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ കൽബിലേക്കാണല്ലോ. നമ്മൾ എത്ര നല്ല വസ്ത്രം ധരിച്ചാലും, നമ്മൾ കാണാൻ എത്ര സൗന്ദര്യമുള്ളവനായാലും, അതൊന്നും അള്ളാഹു തആല പ്രധാനമായും പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളല്ലല്ലോ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു തആല നിങ്ങളുടെ രൂപങ്ങളിലേക്ക്, നിങ്ങളുടെ ഭാവങ്ങളിലേക്ക്, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക്, ഭൗതികമായി ജഡത്തിലേക്കല്ലല്ലോ അള്ളാഹു തആല നോക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം പതിയുന്നത് നമ്മുടെ കൽബിലേക്കാണ്. കൽബ് തെളിയണം, അവിടെ കറകൾ നീങ്ങണം, അവിടെയുള്ള കറുത്ത പാടുകൾ നീക്കപ്പെടണം, അത് ശുദ്ധമാക്കപ്പെടണം. അത് ശുദ്ധമാക്കപ്പെട്ടാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ശുദ്ധമാകുമെന്ന് മുത്തനബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മ പഠിപ്പിച്ചിട്ടില്ലേ? അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. മനുഷ്യ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ, വൃത്തിയാൽ ശരീരം മുഴുവനും നന്നാവുകയും വൃത്തിയാവുകയും ചെയ്യും. അത് മോശപ്പെട്ടാൽ ശരീരം മുഴുവനും മോശപ്പെടുമെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ട് അലാ വഹിയൽ ഖൽബ്, നമ്മളെ ഹൃദയമാണ് എന്നാ പറഞ്ഞത്. ആ കൽബിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം വരിക. ആ കൽബിൽ നമുക്ക് മറ്റുള്ളവരോട് ചിലപ്പോൾ അസൂയകൾ അവിടെ നിറഞ്ഞിട്ടുണ്ടാകും. നമുക്ക് തന്നെ അഹങ്കാരം, കിബിർ നമ്മുടെ കൽബിൽ നിറഞ്ഞിട്ടുണ്ടാകും. മറ്റുള്ളവരോട് പക, വിദ്വേഷം, അങ്ങനെ പലതും നമ്മുടെ കൽബിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും അള്ളാഹു തആല കറുത്ത പുള്ളികൾ ഇങ്ങനെ നമ്മളെ കൽബിൽ വന്ന് നിറച്ചിട്ടുണ്ടാകും. അപ്പോൾ നല്ല പളുങ്ക് പോലെ ഉണ്ടായിരുന്ന നമ്മുടെ കൽബ്, നമ്മൾ ചെയ്ത തെറ്റുകൾ, ചിന്തകൾ, നോട്ടങ്ങൾ, കേൾവികൾ, ഹറാമുകൾ, പൊറുക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ അതിങ്ങനെ പാപക്കറയാൽ കറുത്തിരുണ്ട് പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നൂറ് അവൾക്ക് തട്ടുന്നില്ല, അള്ളാഹുവിൻ്റെ നളർ അവിടേക്ക് എത്തുന്നില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ കൽബൊന്ന് കഴുകണം, ഒന്ന് വൃത്തിയാക്കണം, ഒന്ന് തൗബ ചെയ്യണം, അതൊന്ന് തുടച്ച് വൃത്തിയാക്കണം, തിളങ്ങുന്നതാക്കണം, പ്രകാശിക്കുന്നതാക്കണം. അതിനൊക്കെ നമ്മൾ ശ്രമം നടത്തേണ്ട മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത്. ഈ ഷാബാനിൽ ഒരാൾക്ക് അവൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞാൽ, നല്ല തെളിഞ്ഞ ഹൃദയത്തോടെ ഒരാൾക്ക് റമളാനിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമീപത്ത് വലിയ സ്വീകാര്യം നൽകപ്പെടും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. വറഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.